സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൽപ്പനയുടെയും ഗൗതമിൻ്റെയും പ്രിയങ്കയുടെയൊക്കെ ചതിയിൽപ്പെട്ട് ഷൂട്ടിങ്ങിനിടയിൽ വെള്ളച്ചാട്ടത്തിലേക്ക് വീണു പോകുവാണ്ടോ രാധിക. ആ കാഴ്ച കാണുന്നതും രാധികക്കൊപ്പം തന്നെ ആ വെള്ളച്ചാട്ടത്തിലേക്ക് എടുത്തു ചാടുവാണ് വരുണും. ഇത് കണ്ട് സെറ്റിൽ നിൽക്കുന്ന എല്ലാവരും ആകെ ഞെട്ടിത്തറിച്ച് തകർന്നു നിൽക്കുവാണ്. രാധികയും വരുണിനെയും രക്ഷപ്പെടുത്താനായിട്ട് രക്ഷാപ്രവർത്തകരെയും പോലീസിനൊക്കെ അവർ ഇൻഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ സമയം ശ്യാമക്കാണെങ്കിൽ രാധികയ്ക്ക് സംഭവിച്ച ദുരന്തം പറഞ്ഞ് സഹിക്കാനാവാതെ ചങ്ക് പൊട്ടി നിൽക്കുവാണ്. ഫിദയുടെ വേഷത്തിൽ ശ്യാമയും കൂടെ അമൃതയും ആ ഷൂട്ടിംഗ് നടന്ന സ്ഥലത്തെത്തുന്നുണ്ട്. അവിടെ പോലീസിനെയൊക്കെ കണ്ടിട്ട് അവരോട് അവിടെ എല്ലാം നല്ല രീതിയിൽ തന്നെ തെരച്ചിൽ നടത്തണമെന്നും എങ്ങനെയെങ്കിലും എൻ്റെ മോളെ കണ്ടെത്തണമെന്നും പറയുവാണ് കേട്ടോ. ഈ സമയം പോലീസുകാർ ശ്യാമയെ അവിടെ നിന്ന് പറഞ്ഞുവിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ശ്യാമ അവരോട് പറയണേ, ഇല്ല, എൻ്റെ മോളെ കണ്ടുകിട്ടാതെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും ഇല്ല. ഭഗവാനെ, എൻ്റെ മോൾക്ക് ഒരാപത്തും വരുത്താതെ അവൾ എനിക്ക് നീ തിരികെ തരണേ എന്നും പറഞ്ഞ് ശ്യാമ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഇതേസമയം പ്രിയക്കാണെങ്കിൽ ആകെ ടെൻഷനാകുവാണ്. കളിമംഗലത്താണെങ്കിൽ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുവാണ് കേട്ടോ. അങ്ങനെ പത്മിനിയും മുത്തശ്ശിയും പരമേശ്വരനും സൂര്യയും എല്ലാവരും വരുണിൻ്റെ രാധികയുടെ അവസ്ഥ അറിഞ്ഞ് ആകെ തകർന്നിരിക്കുവാണ്. ഈ സമയത്തായിരിക്കും പ്രിയങ്ക വീട്ടിലേക്ക് തിരികെ കയറി ചെല്ലുന്നത്. അതേപോലെ തന്നെ ആറ്റുവാശ്ശേരിയിൽ യശോദയും മുത്തശ്ശിയൊക്കെ ഈ കാര്യം അറിയുന്നുണ്ട്. മുത്തശ്ശിക്കാണെങ്കിൽ രാധികയ്ക്ക് പറ്റിയ ആ കാര്യം ഓർത്ത് സന്തോഷമാകുവാണ് കേട്ടോ. എന്നാൽ അതെല്ലാം കേട്ട് മനസ്സ് തകർന്ന് രാധികയ്ക്ക് ഒരബദ്ധം പറ്റാറില്ല എന്നും പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കുവാണ് യശോദയും. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ അവിടെ വെള്ളത്തിലായിട്ട് വീണ് കിടക്കുന്ന രാധികേനെ വരുണ്യമാണ്. രാധിക അവിടെ 2-3 മരക്കൊമ്പുകൾ പോലെയുള്ള എന്തോ സാധനത്തിൽ പിടിച്ച് ബോധമില്ലാതെ അബോധാവസ്ഥ കിടക്കുവാണ് കേട്ടോ. അതിൻ്റെ അവിടെ നിന്ന് കുറച്ച് നീങ്ങി തന്നെ വരുണും താഴെ ബോധമില്ലാതെ കിടക്കുവാണ്. ഈ സമയം വരുണിന് പെട്ടെന്ന് ബോധം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബോധം വന്ന വരുൺ അവിടെ നിന്ന് എണീറ്റ് രാധികയെ തിരയുവാണ്. അന്നേരം ഒരിക്കും കുറച്ചകലെ മാറിക്കിടക്കുന്ന രാധികയെ വരുൺ കാണുന്നത്. അങ്ങനെ വരുൺ രാധികയുടെ അരികിലേക്ക് ഓടിച്ചെല്ലുവാണ്. ഈ സമയം രാധികയുടെ നെറ്റിയിൽ നിന്നൊക്കെ ചെറിയ മുറിവൊക്കെ വന്നിട്ടുണ്ടാവും. വരുൺ അങ്ങനെ കുറേ തവണ രാധികയെ വിളിക്കുവാണ് കേട്ടോ. എന്നാൽ രാധിക കണ്ണു തുറക്കുന്നതേയില്ല. അതുകൊണ്ട് വരുണ് വല്ലാതെ ടെൻഷനാകുവാണ്. അങ്ങനെ രാധികയെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് വരുൺ കരയിലേക്ക് ചെല്ലുവാണ്. അവിടെ ഒരു മരത്തിൻ്റെ തണലിൽ വന്ന് രാധികയെ മടിയിൽ കിടത്തി വരുൺ സങ്കടപ്പെട്ട് രാധിക തന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുവാണ്. രാത്രിയിലും പോലീസുകാരും മറ്റുള്ളവരൊക്കെ രാധികയ്ക്കും വരുണിനും വേണ്ടിയിട്ടുള്ള തിരച്ചിൽ അവിടെയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഈ സമയം ശ്യാമയാണെങ്കിൽ ആ കാട്ടിൽ തന്നെ പലയിടത്തും അവരന്വേഷിച്ച് നടക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വരുൺ അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ കുറച്ച് വിറകൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുവാണ്. എന്നിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് രാധികയെ വിളിച്ചെണീപ്പിക്കാൻ ശ്രമിക്കുക. എടോ, കണ്ണു തുടക്കണോ? ദേ, തനിക്ക് എന്നെ വിട്ട് ഒരിടത്തേക്കും പോകാൻ പറ്റില്ല. അതിന് ഞാൻ ജീവനോട്ടിരിക്കുമ്പോൾ സമ്മതിക്കില്ല. കണ്ണു തുറക്ക് രാധികയെ, കണ്ണു തുറന്ന് എന്നെ നോക്ക് എന്ന് പറഞ്ഞ വരുൺ സങ്കടത്തോടെ രാധികയെ വിളിച്ചുകൊണ്ടിരിക്കുവാണ്. രാധികയുടെ ജീവന് വേണ്ടി ഭഗവാനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുവാണ് വരുൺ. ഇതേ സമയം 2 പേര് തീയൊക്കെ കത്തിച്ചു പിടിച്ച് ആ ഭാഗത്തേക്ക് വരുന്നതും പ്രമോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ രാധികയുടെ വരുണിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആരായിരിക്കും എത്താൻ പോകുന്നത്? സ്വന്തം ജീവൻ പോലും മറന്ന് തനിക്കൊപ്പം എടുത്തു ചാടിയ വരുണിൻ്റെ സ്നേഹം ഇനിയെങ്കിലും രാധിക തിരിച്ചറിയോ? ഇതൊക്കെ അറിയാനായിട്ട് നമുക്ക് എന്താണെങ്കിലും വരാനിരിക്കുന്ന എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കാം. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്